ആർട്സ് ക്രാഫ്റ്റ്സ് ആൻഡ് മച്ച് മോറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു മണി പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. പിന്നെ ഈ ഒരു മണി പ്ലാന്റ് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടിപ്പുറത്തായിട്ടാണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്കധികം വൈകാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് വേണം. പിന്നെ നമുക്ക് കോഫി സ്റ്റിക്സ് വേണം. ഇതാണ് നമ്മുടെ കോഫി സ്റ്റിക്സ്. ഇത് ഞാൻ ആമസോൺ വഴിയാണ് വാങ്ങിയ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇതാണ് നമ്മുടെ കോഫി സ്റ്റിക്ക്. ഇത് കുറേ പാക്കറ്റ്സ് കിട്ടും. അപ്പം ഇതിൻ്റെ ഒപ്പം ഒരു കുഞ്ഞ് സ്റ്റിക്കർ പോലത്തെ ഇതും കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോഫി സ്റ്റിക്കിൻ്റെ. ഇനി നമുക്ക് നമ്മുടെ കോഫി സ്റ്റിക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നമ്മുടെ കാർഡ്ബോർഡിലോട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗൺ ഇവിടെ ഹോട്ടാവാനൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഒട്ടിച്ചു കൊടുക്കാം. നമ്മ ചെയ്യുമ്പോൾ അധികത്തും കുറച്ച് തേച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഒട്ടിയിരുന്നോളൂ. നമ്മൾ ഇതാ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചിരട്ട വേണം. നല്ല ഷേപ്പൊക്കെ ഉള്ളൊരു ചിരട്ടയാണ്. ഇതിന് മുകളിലൊരു മുടി പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് നമ്മൾ സാൻഡ് പേപ്പറും വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കണം. സാൻഡ് പേപ്പർ അല്ലെങ്കിൽ നമുക്ക് സ്ക്രബ്ബർ വെച്ച് ഉരച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഉരച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം നമുക്ക് പെയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റ് വെച്ച് പെയിൻ്റൊക്കെ അടിക്കുമ്പോഴും നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചിരട്ട ഇതുപോലെ ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗൺ ഹോട്ടായി വന്നിട്ടുണ്ട്. ഞാൻ എന്താ ഇവിടെ തേച്ചു. അധികം തേക്കണം. അപ്പം നമ്മളുടെ ചിരട്ട നന്നായിട്ട് ഇരുന്നോളൂ. ഒട്ടിച്ചിട്ട് ഇവിടെ ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം തന്നെ ഒട്ടിയിട്ടാ. അയ്യാ, എൻ്റെ കൈ പൊള്ളി. അപ്പം നമ്മുടെ ചിരട്ട നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഉള്ളിൽ കുറച്ച് ഗ്ലൂ തേച്ചിട്ടുണ്ട്. കണ്ടോ? നമുക്ക് ഈ ഒരു കുപ്പിയാണ്. ഇത് നന്നായിട്ട് എലിഞ്ഞ് നീണ്ടൊരു കുപ്പിയാണ്. നമ്മളുടെ വിനീഗറിൻ്റെ കുപ്പിയാണ്, അതായത് ചൊറുക്കയുടെ കുപ്പിയാണ്. ഇത് എൻ്റെ കയ്യിൽ ഇനി 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ സ്റ്റിക്കർ ഒന്ന് നമുക്ക് പറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ടൈപ്പ് ത്രെഡ് നമ്മുടെ ബോട്ടിലോട്ട് ചുറ്റി കൊടുക്കാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം മുകളിലായിട്ടാണ് ഒട്ടിക്കുന്നത്. കുറച്ച് ഗ്ലൂ തേച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൽ നിന്ന് അത് ഒട്ടണ്ടേ. പിടിച്ചു. ഇത്ര ഒട്ടട്ടെ, ആദ്യം ഒട്ടട്ടെ. ഇത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിന്ന് മോൾ ഭാഗം മാത്രം ഒന്ന് ഫുൾ ഗ്ലൂ തേച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെ താഴ്ത്തോട്ടായി വരും. അടുപ്പിച്ച് വേണം ചുറ്റാൻ. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗണ്ണിലത്തെ ഗ്ലൂ നന്നായിട്ട് ഹോട്ടാണെങ്കിൽ അത് പോയി തൊട്ട് കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളും. ഒരു ദിവസം എൻ്റെ ആ ഒരു ന്യൂസിൽ പോലത്തെ സാധനമില്ലേ, അത് എൻ്റെ കൈ കൊണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് പൊള്ളിയതാണ്. പിന്നെ ഞാൻ പേസ്റ്റൊക്കെ ഇട്ട് മാറി. അതുകൊണ്ട് ഇച്ചിരി ഗ്ലൂ തേക്കാവുള്ളൂ. കൂടിപ്പോയ പ്രശ്നമാകും. ഇടയ്ക്ക് ഇങ്ങനെ കൂടിപ്പോവും. ലാസ്റ്റ് റൗണ്ട് നമ്മൾ ഫുള്ള് ഗ്ലൂ തേച്ച് വേണം ചെയ്യാൻ. ഇത്രയൊക്കെ ഗ്ലൂ വെച്ചാൽ മതി. ചിലപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഗ്ലൂ കൂടിപ്പോയിട്ടുണ്ട്. സാരില്ല. ഇനി നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നമ്മുടെ ബോട്ടിൽ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കാം. എനിക്ക് സ്പ്രേ പെയിൻറ് അടിച്ചു കൊടുത്തത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡ് കളർ അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് മണി പ്ലാന്റ് ചുറ്റിക്കൊടുക്കാം. ഈ ഒരു മണി പ്ലാന്റ് ചുറ്റിക്കേറിയേക്കണ പോലെ നമുക്ക് നമ്മുടെ മണി പ്ലാന്റ് ചുറ്റിക്കേറ്റാം. അതിനുവേണ്ടി നമുക്ക് ഒരു ന്യൂസ് പേപ്പർ എടുക്കാം, ഒരു വലിയ ന്യൂസ് പേപ്പർ. പിന്നെ നമുക്ക് ഒരു കമ്പി വേണം. ഇത് പട്ടത്തിൽ നിന്നെടുത്തൊരു കമ്പിയാണ്. ഇത് വെച്ച് നമ്മൾ ചുറ്റി കൊടുക്കണം. ഇതില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ടൈറ്റായിട്ട് വേണം അത് ചെയ്യാൻ. നമുക്ക് ഇതിനോട് ചേർത്ത് പശ തേച്ച് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് കൈയും വെച്ചൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ന്യൂസ് പേപ്പർ ചേർത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഉള്ളിലത്തെ കമ്പി ഒന്ന് ഊരിയെടുക്കാം. ഫെവിക്രിലിന്റെ ലൈറ്റ് ഗ്രീൻ കളറും സാപ്പ് ഗ്രീൻ കളറും ഞാനൊരു പാലറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് കളറും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ റോളിലോട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ റോള് നമ്മുടെ ഫെവിക്രിലിൽ കൊണ്ടൊട്ടിച്ചു കൊടുക്കാം. അപ്പം എങ്ങനെ ഒട്ടിച്ചു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടിക്കണം, ഇത് ചിരട്ടയുടെ ഉള്ളിൽ. എന്നിട്ട് നമ്മുടെ മണി പ്ലാന്റിന്റെ തണ്ട് പോലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് ഒട്ടിച്ച് വെക്കും. ഞാൻ എന്താ ഇതിൽ ഫെവി ബോണ്ട് തേച്ചിട്ടുണ്ട്. റോള് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ബ്ലാക്ക് കളർ പെബിൾസ് ഉണ്ട്, അതിനെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അമ്മയും കൂടി എന്നെ ഇത് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. കുറച്ച് വലുതും ചെറുതുമായിട്ടുള്ള മണി പ്ലാന്റിലെ ലീവ്സ് ഉണ്ട്. അപ്പൊ ഇതും വെച്ച് നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ചധികം ലീവ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലീവ്സ് ഇതേപോലെ ഇവിടെ മടക്കിയൊക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ പേസ്റ്റൽസ് വേണം. ഇത് ക്യാമലിന്റെ ബ്രാൻഡാണ്. 25 ഷെയ്ഡ്സിന്റെ ഇത് യൂസ് ചെയ്ത് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഇതിന്റെ ഒപ്പം ഫ്രീ ആയിട്ട് പെൻസിലും സ്ക്രാച്ച് ടൂളും കിട്ടുന്നുണ്ട് ഇൻസൈഡ്. അപ്പൊ നമുക്ക് പെൻസിലുണ്ട്, സ്ക്രാച്ച്, ഇതാണ് സ്ക്രാച്ച്. പെൻസില് ഈ ഒരു പെൻസിലാണ്, ചെത്തി തന്നെ കിട്ടണം. ഇനി നമുക്ക് പെയിന്റ് ചെയ്യാൻ തുടങ്ങാം. അതിന് മുമ്പായിട്ട് നമുക്ക് കത്രിക വേണം. കത്രിക യൂസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് അധികം വലിക്കാതെ പേപ്പർ ചെയ്തെടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് വളഞ്ഞു കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അധികം ബലം പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ അവിടെ നിന്ന് കീറിപ്പോവും. അതുകൊണ്ട് അധികം ബലം പിടിക്കരുത്, ഒന്ന് വലിച്ചു ചെയ്യണം. അധികം ബലം പിടിക്കാതെ ഒന്നിങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ വളഞ്ഞു കിട്ടും. ഇനി നമുക്ക് ആദ്യം കൊടുക്കേണ്ടതാണ് ലെമൺ യെല്ലോ പേസ്റ്റൽസിൻ്റെ ലെമൺ യെല്ലോ. നമ്മൾ ചെറുതിലാട്ട ആദ്യം കൊടുക്കണേ. കാരണം നമ്മൾ വളവ് പോകില്ല നമ്മൾ കളർ അടിച്ചിട്ടും. ലെമൺ യെല്ലോ ആണ് ഇപ്പോൾ ലീഫിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീസിനോ ഒക്കെ കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ട കളറ്. ഞങ്ങൾ ഡ്രോയിങ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് സാറ്. ഞാനും പണ്ട് ആദ്യമേ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ കൊടുക്കുമായിരുന്നു. ആദ്യം നമ്മൾ ലെമൺ യെല്ലോ കൊടുക്കണം, പിന്നെ നമ്മൾ ലൈറ്റ് ഗ്രീൻ കൊടുക്കണം, പിന്നെ അതിനേക്കാൾ കുറച്ച് ഡാർക്ക് ഗ്രീൻ, പിന്നെ സാപ്പ് ഗ്രീൻ, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇതേപോലെ നമുക്ക് പുറകിലും ചെയ്തെടുക്കാം. പക്ഷെ ഇതിന് നമ്മൾ ലൈറ്റ് ഗ്രീൻ വരെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു വളവ് അവിടെ നിന്ന് പോയി എന്നൊക്കെ. പക്ഷെ വളവ് പോയിട്ടില്ല, അത് നമുക്ക് എടുക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മുടെ എല്ലാം കളർ ചെയ്തിട്ടുണ്ട്. ചിലതിനൊക്കെ നമ്മൾ സാപ്പ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സാപ്പ് ഗ്രീൻ കൊടുത്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് നമ്മുടെ ഈ ലീവ്സ് ഇതുപോലത്തെ പണ്ടുള്ള ലീവ്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പി എടുക്കണം. ഇപ്പോൾ ഗോൾഡൻ കളർ കമ്പിയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സിൽവർ കളർ കമ്പി എടുക്കാം. ആ കമ്പി നമ്മൾ ഇതുപോലെ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഈ ഒരു ടേപ്പ് എടുക്കണം. ഇത് സാപ്പ് ഗ്രീൻ കളർ ടേപ്പാണ്. എന്നിട്ട് നമുക്ക് ഈ ടേപ്പ് എടുത്ത് നമ്മുടെ കമ്പിയിൽ നമ്മൾ ചുറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കത്രിക എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ എന്താ കുറച്ച് തേക്കാണ്, ഇതൊന്ന് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് ഒരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാം വെച്ച് കൊടുക്കാം. നമ്മൾ മേളിൽ ചെറിയ ഇല വെച്ച് കൊടുക്കണം. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വലിയ ഇല വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ചുറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചാണ്. അതുപോലെ നമുക്കെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ അടുത്തത് ഇങ്ങോട്ട് ആക്കി വെച്ച് ഒട്ടിച്ചു കൊടുക്കാണ്.
കമ്പി ചുറ്റി കൊടുത്തു. നമ്മുടെ ലീവ്സ് ഇടയിലൊക്കെ കീട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഒരു കാര്യം കൂടിയുണ്ട്. തെർമോക്കോൾ ഷീറ്റ്, ഇത് വലിയ തെർമോക്കോൾ ബോൾസ് ആണ്. നമുക്ക് പൊട്ടിക്കാം. എന്നിട്ടിതാ ഉള്ളിലോട്ടിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുപുറത്തായിട്ട് തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഡൈനിങ് ടേബിളിന്റെ നടുക്കൊക്കെ കൊണ്ട് വെക്കാം. പിന്നെ നമുക്കിത് പുറത്തൊക്കെ വെക്കാം. എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാം. നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ലെറ്റ്സ് സൈനിങ് ഔട്ട്. ബൈ.